ആധിയുടെ കടലിരമ്പമാണ് മുനമ്പത്ത്. ഭൂമിയിലെ റവന്യൂ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട ഒരു ജനതയുടെ ഒരു വർഷത്തെ സമരം ഫലം കാണുമോ ഇല്ലയോ എന്ന് ഉടൻ അറിയാം. നിയമക്കുരുക്കിൽപ്പെട്ട തീരദേശവാസികളുടെ ജീവിതമാണ് റൈഡിംഗ് റിപ്പോർട്ടേഴ്സിലൂടെ ഇന്ന് പ്രേക്ഷകരിലേക്ക് ആദ്യം എത്തിക്കുന്നത്. മുനമ്പത്തെ പ്രതീക്ഷകളും ആശങ്കകളും പങ്കുവെച്ച് റൈഡേഴ്സ് സീറ്റിലെത്തുന്നു വിഷ്ണു സുരേഷ്. കഴിഞ്ഞ ഒരു വർഷമായി കേരളത്തിന്റെ രാഷ്ട്രീയ സാമുദായിക മണ്ഡലങ്ങളിലെ പ്രധാന ചർച്ചയായിരുന്നു മുനമ്പം ഭൂമി തർക്കം. ഇനിയും പരിഹരിക്കപ്പെട്ടിട്ടില്ല. മുനമ്പത്തേത് വഖഫ് ഭൂമിയാണോ അല്ലയോ എന്നതാണ് തർക്ക വിഷയം. ഇതിനിടയിലാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഒരു സുപ്രധാന നിരീക്ഷണം വന്നത്. മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ല എന്നായിരുന്നു ഡിവിഷൻ ബെഞ്ചിന്റെ നിരീക്ഷണം. ഈ നിരീക്ഷണത്തിന് ശേഷം മുനമ്പത്ത് എന്താണ് സംഭവിക്കുന്നത് പരിശോധിക്കാം. മുനമ്പത്തേക്കുള്ള യാത്രയിലാണ്. മുനമ്പം 3 മേഖലയും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു വര പോലുള്ള പ്രദേശം. അതിൻ്റെ അറ്റം മുനമ്പ് പോലെയാണുള്ളത്. അങ്ങനെയാണത് മുനമ്പമായി മാറിയത്. മുനമ്പത്തെ ഈ ഭൂമി പ്രശ്നം അതീവ സങ്കീർണമാണ്. അത് ചെറുതായി പറഞ്ഞാൽ ഇങ്ങനെയാണ്: 404 ഏക്കർ ഭൂമിയാണ് തർക്ക വിഷയം. 610 കുടുംബങ്ങൾ അവിടെ താമസിക്കുന്നുണ്ട്. ഈ 610 കുടുംബങ്ങൾ താമസിക്കുന്നത് വഖഫ് ഭൂമിയിലാണെന്ന് ചൂണ്ടിക്കാണിച്ച് വഖഫ് ബോർഡ് 2019 തഹസിൽദാർക്ക് ഒരു നോട്ടീസ് നൽകി. ആ നോട്ടീസിന് പിന്നാലെയാണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അതിന് പിന്നാലെ ഈ 610 കുടുംബങ്ങളുടെയും കരമടക്കാനുള്ള അവകാശവും മറ്റ് റവന്യൂ അവകാശങ്ങളുമൊക്കെ നിഷേധിക്കപ്പെടുന്നു. പിന്നാലെയാണ് അവർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. വഖഫ് ബോർഡ് പറയുന്നത് സിദ്ദിഖ് സേട്ട് എന്ന് പറയുന്ന ഒരാൾ ഫറൂഖ് കോളേജിന് ഈ ഭൂമി വഖഫായി നൽകിയതാണ്, അതല്ലാതെ ഇതവർക്ക് വിറ്റതല്ല എന്ന് വഖഫ് ബോർഡ് വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ മുനമ്പൻ നിവാസികൾ പറയുന്നത് മറ്റൊന്നാണ്. ഫറൂഖ് കോളേജിൻ്റെ പക്കൽ നിന്ന് അവർ പണം നൽകി വാങ്ങിയ ഭൂമിയാണിത്. അതായത് കൃത്യമായ രേഖകളുണ്ട്. വഖഫ് ഭൂമി ഒരിക്കലും ക്രയവിക്രയം ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇത് ക്രയവിക്രയം ചെയ്ത ഭൂമിയാണ്. അതുകൊണ്ട് തന്നെ വഖഫ് ബോർഡ് പറയുന്നത് അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളെന്നാണ് ഈ പ്രതിഷേധക്കാർ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷമായി ഈ കാണുന്ന പള്ളിമുറ്റത്താണ് മുനമ്പം ഭൂസംരക്ഷണ സമിതിയുടെ സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എല്ലാ ദിവസവും വ്യത്യസ്ത ആളുകളാണ് സമരപ്പന്തലിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് എത്തിയത്. ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ നേടിയ സമരമാണ് ഇപ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി മാറുന്നത് ഈ പറഞ്ഞ ഹൈക്കോടതിയുടെ നിരീക്ഷണമാണ്. ഹൈക്കോടതിയുടെ നിരീക്ഷണം വളരെ ശരിയാണ്. ഇത് വഖഫ് ഭൂമിയല്ല, ഇത് സിദ്ദിഖ് സേട്ടു ഫറൂഖ് കോളേജിന് ദാനമായിട്ട് കൊടുത്ത ഭൂമിയാണെന്നുള്ള ആദ്യം മുതലേയുള്ള ഫറൂഖ് കോളേജിൻ്റെ നിരീക്ഷണം. അതുകൊണ്ട് തന്നെയാണ് ഫറൂഖ് കോളേജ് ഈ ഭൂമി ഇവിടുത്തെയുള്ള ആളുകൾക്ക് വിൽക്കാൻ തയ്യാറാകുന്നതും ആ പണം ഉപയോഗിച്ച് ഫറൂഖിൽ കോളേജും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സ്ഥലവുമെല്ലാം വാങ്ങിക്കുന്നതും. പക്ഷേ ഇത് ഞങ്ങൾ പലപ്പോഴായിട്ട് പറഞ്ഞിരുന്നുവെങ്കിലും ഞങ്ങളറിയാതെയാണ് 2019 വഖഫ് ബോർഡ് വഖഫ് രജിസ്റ്ററിൽ എഴുതിയെടുത്തിരിക്കുന്നത്. ഞങ്ങൾക്കിപ്പോൾ ഹൈക്കോടതി വിധി കൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഈ അവകാശം ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. റവന്യൂ അവകാശം ഞങ്ങൾക്ക് നേടി കിട്ടിയെങ്കിൽ മാത്രമല്ല ഞങ്ങൾക്ക് സമരം പിൻവലിക്കാൻ പറ്റത്തുള്ളൂ. ഞങ്ങളുടെ ഈ അവകാശങ്ങളെല്ലാം നടക്കുന്നുണ്ടെങ്കിൽ മാത്രമല്ല അതിനെക്കുറിച്ച് ഒരു ആശ്വാസമായിട്ട് വരും. ഇപ്പോൾ കരോടക്കാൻ ചെന്നിട്ട് അത് നടക്കാൻ പറ്റിയിട്ടില്ലെന്ന് പറയുന്നുണ്ട്. കടലിന്റെ സത്യത്തിൽ വിശ്വസിച്ച് ജീവിക്കുന്ന ജനതയാണ് മുനമ്പത്തേത്. മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ കേരളത്തിന്റെ സ്വന്തം സൈന്യം. കാശ് കൊടുത്തു വാങ്ങിയ സ്വന്തം ഭൂമിയിൽ നിന്ന് ആരും ഇറക്കിവിടില്ലെന്ന ഉറപ്പിൽ അവർക്കിവിടെ ജീവിക്കാനാവണം. കൊച്ചിയിൽ നിന്ന് ശ്രീകുമാറിനും
ക്യാമറമാൻ ഷിജു ചാവർക്കുമൊപ്പം വിഷ്ണു സുരേഷ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.